ഹലോ കൂട്ടുകാരെ, നമ്മളൊക്കെ വലിയ സംഭവങ്ങളാണെന്ന് കരുതി വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. പണ്ടുള്ളവരെന്തോ പറഞ്ഞു, നമ്മളെന്ത് ചെയ്തു, അത് അപ്പടി വീങ്ങി. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കേട്ടതൊക്കെ അപ്പടി വിശ്വസിക്കാമോ? നമുക്ക് എന്തെന്ത് ചെയ്യാം, നമ്മളെല്ലാവരും എന്താണ്, സ്മാർട്ടേഴ്സ് ആകാൻ നോക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുന്ന ചില മിത്തുകളും അതിൻ്റെ പുറകിലുള്ള ചില തമാശ കലർന്ന സയൻസുകളൊന്ന് നോക്കാം. പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൂങ്ങച്ചേട്ടൻ്റെ കാര്യം എടുക്കാം. മൂങ്ങക്ക് 360 ഡിഗ്രി തന്നെ കഴുത്ത് തിരിക്കാൻ പറ്റും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെന്താ വിശ്വസം, മൂങ്ങ 24 മണിക്കൂറും തൻ്റെ കഴുത്ത് ഇങ്ങനെ തിരിച്ചിരിക്കുകയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളിങ്ങനെ അത്ഭുതപ്പെടുകയാണ് അത് ആലോചിച്ചിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പാവം മൂങ്ങച്ചേട്ടന് വെറും 270 ഡിഗ്രിയിൽ മാത്രമേ തൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റൂ. നമ്മളെന്ത് ചെയ്തു, മൂങ്ങക്ക് 360 ഡിഗ്രി തൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചു. അല്ലാതെ നമ്മുടെ മിക്സി ഗ്രൈൻഡർ കറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മൂങ്ങച്ചേട്ടന് 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്തു, മൂങ്ങനൊരു സൂപ്പർ ഹീറോയ്ക്ക് മാറ്റി. ഇനി അതിലും വലിയ ഗ്ലാമറേറിയ മറ്റൊരു കാര്യമുണ്ട്. ചുവന്ന തുണി കണ്ടാൽ എന്ത് ചെയ്യും, കാള ഓടി വന്ന് കുത്തും എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കാളക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുവപ്പോ നീലി പച്ചയോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യുന്നത്, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമുണ്ട്. പക്ഷേ പിന്നെ എന്താണ് ഈ മൂങ്ങ ഈ ചുവപ്പ് കണ്ടാൽ ഓടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ആ തുണി ഇങ്ങനെ അവിടെ നിന്ന് ആടുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, കാള ഓടി വന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ചൂടാകുന്നത് അല്ലെങ്കിൽ ഒന്ന് ടെററാവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തില്ല, ചുവന്ന തുണി കണ്ടാലോ അതിന് ചുവന്ന തുണി കാണാൻ കഴിയില്ല. അത് ആ ചുവന്ന തുണിക്ക് സ്ഥാനത്ത് ഇപ്പോൾ ഒരു കറുപ്പ് തുണിയാണെങ്കിൽ എന്ത് ചെയ്യും, കാള ഓടി വരും. അവിടെ എന്ത് ചെയ്തു, നമ്മൾ ചുവപ്പിന് എന്ത് ചെയ്തു, വെറുതെ പ്രതിക്കൂട്ടത്തിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മിത്തുകളൊക്കെ കേട്ടല്ലോ, അതിന് പിറകിലുള്ള ചില തമാശ നിറഞ്ഞ ട്വിസ്റ്റ് നിറഞ്ഞ സയൻസ് നമ്മൾ കേട്ടു. മിത്തുകൾ കേൾക്കാൻ നല്ല രസമാണ്. അതിൻ്റെ പിറകിലുള്ള ചില ട്വിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള സയൻസാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള മിത്തുകൾ കേൾക്കുമ്പോൾ അത് അപ്പടിയോ എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ അതിങ്ങനെ സെർച്ച് ചെയ്യണം, അറിവുകൾ അങ്ങനെ തേടുക. അറിവുകൾ തേടുന്നത് കൊണ്ട് നമുക്കൊന്നും ഒരു ദോഷം നമുക്ക് വരാൻ പോകുന്നില്ല. നമ്മുടെ പദവി ഇങ്ങനെ ഉയരുള്ളൂ നമ്മൾ എത്രയോ അറിവുകൾ നേടുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ മിത്തുകൾ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ ആ കഥകൾ രസിച്ച് കേൾക്കാതെ അതിന് പിറകിലുള്ളത് അത് ശരിക്കും സത്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സയൻസിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ നമ്മളിനി എന്തല്ല, വെറും കേൾവിക്കാരല്ല, പുതിയ പുതിയ സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ നിങ്ങളുടെ പുതിയ പുതിയ ഗവേഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.